തിരുവനന്തപുരം നഗരസഭയിൽ ബി.ജെ.പിക്ക് പ്രതിസന്ധിയായി കൗൺസിലർ സുഗതന്റെ പുനഃസത്യപ്രതിജ്ഞ. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന ഗുണ്ടാ നേതാവ് സുഗതന് 4 ആഴ്ചയാണ് സത്യപ്രതിജ്ഞയ്ക്ക് കോടതി സമയം അനുവദിച്ചിരിക്കുന്നത്. 1 മാസത്തിനുള്ളിൽ സുഗതന് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ സുഗതൻ അയോഗ്യനാവും. അതോടെ ബി.ജെ.പിക്ക് കോർപ്പറേഷൻ ഭരണത്തിലുള്ള ഭൂരിപക്ഷം നഷ്ടമാവുകയും ചെയ്യും. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഷീജ, ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ നിൽക്കുകയാണോ ബി.ജെ.പി? ഇപ്പോൾ ഭരണം നിലനിർത്താൻ ഏതുവിധേനയും മുന്നോട്ട് പോവുക എന്ന ലൈൻ സ്വീകരിക്കുന്നുണ്ട്. അവിടെ LDF-ൻ്റെ വലിയ സമരം നടക്കുന്നുണ്ട്. ഈ കൗൺസിലറെ തന്നെ പുറത്താക്കണം, കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന സുഗതനെ കൗൺസിലർ സ്ഥാനത്ത് തന്നെ പുറത്താക്കണം എന്ന നിലപാടിലൂടെ പ്രതിപക്ഷം LDF സ്വീകരിക്കുന്നുണ്ട്. ഈ പുതിയ അവസ്ഥ ബി.ജെ.പി വല്ലാത്ത ധർമ്മസങ്കടത്തിലാണോ, വലിയ പ്രതിസന്ധിയിലാണോ? തീർച്ചയായും ശരത്ത്, കാരണം ബി.ജെ.പി വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം എന്ന് പറയുന്നത് ഇത്രയും ദിവസം, അതായത് കഴിഞ്ഞ ദിവസം വരെയും ബി.ജെ.പി നടത്തിയ ഒരു ശ്രമം എന്ന് പറയുന്നത് അവിടെ കാപ്പ കേസ് പ്രതിയായിട്ടുള്ള സുഗതൻ, വാഴോട്ടുകോണം കൗൺസിലറാണ്. സുഗതൻ കഴിഞ്ഞ 2 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും തിങ്കളാഴ്ച ചേരാൻ പോകുന്ന 3ാമത്തെ കൗൺസിൽ യോഗത്തിൽ കൂടി പങ്കെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അയോഗ്യനാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ അതിനിടയിൽ നടത്തിയ ഒരു നീക്കം എന്ന് പറയുന്നത് ഈ ബി.ജെ.പി മേയർ അടക്കമുള്ളവർ ചേർന്ന് നടത്തിയ ഒരു നീക്കം. കഴിഞ്ഞ 2 യോഗങ്ങളിൽ സുഗതൻ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുതയെങ്കിലും അതിന് 4ാം മാസത്തെ യോഗത്തിൽ, കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതിന് വ്യാജരേഖകൾ ചമയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ അടക്കം നടത്തിയിരുന്നു. ആ രീതിയിൽ കാര്യങ്ങൾ നടത്തി വന്നപ്പോഴാണ് ഇന്നലെ ഹൈക്കോടതിയിൽ നിന്നും കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവ് വരുന്നു. ഈ അതായത് 19 കൗൺസിലർമാർ, ബി.ജെ.പി കൗൺസിലർമാർക്ക് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരും. അവരുടെ സത്യപ്രതിജ്ഞ അയോഗ്യമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ അവർ ധൃതി പിടിച്ച് ഇന്നലെ 18 പേരുടെ സത്യപ്രതിജ്ഞ ഇന്നലെ വൈകുന്നേരം തന്നെ നടത്തി. പക്ഷേ സുഗതൻ്റെത് നടത്താൻ സാധിച്ചിട്ടില്ല. കാരണം സുഗതൻ കാപ്പ കേസ് പ്രതിയായതുകൊണ്ട് ജയിലിൽ കഴിയുകയാണ്. അപ്പോൾ സുഗതന് മുന്നിലുള്ളത്, കോടതി നൽകിയിട്ടുള്ളൊരു സമയം എന്ന് പറയുന്നത് 4 ആഴ്ചയ്ക്കുള്ളിൽ ഈ കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇനി സുഗതന് മുന്നിലുള്ളത് 4 ആഴ്ച എന്നുള്ളൊരു സമയമാണ്. പക്ഷേ കാപ്പ കേസ് പ്രതിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ 4 ആഴ്ചയ്ക്കുള്ളിൽ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം കാപ്പ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസ് അത് ആഭ്യന്തര വകുപ്പ് അംഗീകരിച്ച ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇനി കാപ്പ കേസ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സമിതിക്ക് മുന്നിൽ പ്രത്യേക അപേക്ഷയൊക്കെ നൽകി ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അത് 4 ആഴ്ച കൊണ്ട് പൂർത്തിയാകാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നില്ല. അത് പൂർത്തിയാക്കിയാൽ മാത്രമേ ജാമ്യം അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാൻ പോലും സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ ബി.ജെ.പി ആയിരിക്കുന്നത്. അപ്പോൾ 4 ആഴ്ചയ്ക്കുള്ളിൽ സുഗതന് ജാമ്യം ലഭിച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സുഗതൻ അയോഗ്യനാകും. സുഗതൻ അയോഗ്യനാവുകയാണെങ്കിൽ ബി.ജെ.പിക്ക് ഭരണം ഭൂരിപക്ഷം നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഏതായാലും കൂട്ടിച്ചേർക്കാൻ സാധിക്കുക. ഏതായാലും സുഗതൻ വിഷയത്തിലൂടെ ബി.ജെ.പി വലിയൊരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ എത്തിയിരിക്കുന്നത്. ശരത്ത്, അല്ല ഷീജ, ഈ മേയർ ഗൗണും ഒക്കെ ആയിട്ട് ജയിലിലോട്ട് പോയാൽ അവിടെ വെച്ച് സുഗതനെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ നിയമത്തിൽ വകുപ്പുണ്ടോ? ബി.ജെ.പി അത് പരിശോധിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പലതരത്തിലുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇതൊരു സാധാരണ കേസ് പ്രതി എന്നുള്ളതിനപ്പുറത്തേക്ക് കാപ്പ കേസ് പ്രതിയാണ് എന്നുള്ളതാണ് സുഗതനെതിരെ വലിയ തോതിൽ ഇവർക്ക് ഈ മറ്റ് നടപടികൾ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത്. കാരണം ഏതെങ്കിലും സാധാരണ ചെറിയ കേസുകളുമായി ബന്ധപ്പെട്ടാണ് ജയിലിൽ കഴിയുന്നതെങ്കിൽ ആ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കാമായിരുന്നു. പക്ഷേ കാപ്പ കേസ് പ്രതിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കാപ്പ കേസ് ആദ്യം ഒഴിവാക്കേണ്ടി വരും. കാപ്പ കേസ് അതെ ഷീജ, ഞാൻ ചോദിച്ചതാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അതും ബി.ജെ.പി നോക്കിയേനെ. ഗൗണുമായിട്ടൊന്ന് ജയിൽ വരെ പോയാൽ പോരെ? അവരുടെ സഹപ്രവർത്തകനായിട്ടുള്ള കൗൺസിലർ അവിടെ കിടപ്പുണ്ടല്ലോ, അവിടെ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ കോടതി സമ്മതിച്ചാൽ അങ്ങനെയും ആളെ നിലനിർത്താമല്ലോ. ഭരണം എങ്ങനെയും പിടിച്ചു നിർത്തുക, നിലനിർത്തുക എന്ന് പറയുന്ന ഒരു വലിയ വെപ്രാളത്തിലാണല്ലോ നിൽക്കുന്നത് ബി.ജെ.പി മേയറും ഒക്കെ. അതാണ് ശരത്ത്. അതായത് ഇതിൽ ഒരു പെറ്റി കേസ് ആണെങ്കിൽ എന്ത് ചെയ്തും അവർക്ക് ആ രീതിയിൽ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ അവർ സ്വാഭാവികമായും ആ രീതിയിൽ നടത്തിയേനെ. പക്ഷേ ഇത് കാപ്പ കേസ് പ്രതിയായിരിക്കുന്നു സുഗതൻ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വലിയ തിരിച്ചടി ഇപ്പോൾ ബി.ജെ.പിക്ക് ഉണ്ടായിരിക്കുന്നത്. കാരണം നമുക്കറിയാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞൊരു സാഹചര്യത്തിൽ തന്നെ ഭരണം നിലനിർത്താൻ വേണ്ടി ബി.ജെ.പി പല ശ്രമങ്ങൾ നടത്തിയാണ് ആ ഭരണത്തിലേക്ക് എത്തിയത് തന്നെ. അപ്പോൾ ഈ ഒരു സുഗതന്റെ കാര്യത്തിലൊരു തീരുമാനമാകുകയാണെങ്കിൽ ബി.ജെ.പിക്ക് ഭൂരിപക്ഷം നഷ്ടമാകുമെന്നുള്ളത് ബി.ജെ.പിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അതുകൊണ്ടാണ് ആ രീതിയിലുള്ള പല തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ മേയറും ബി.ജെ.പി കൗൺസിലർമാരും ചേർന്നുകൊണ്ട്. അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് അടക്കം ഇതുമായി ബന്ധപ്പെട്ട് തിരക്കിട്ട യോഗങ്ങൾ, നീക്കങ്ങൾ ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. ശരി.